ഹലോ. അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് അക്കൗണ്ട് അടക്കം എടുക്കുകയാണ്. വലിയ അനക്കൊന്നുമില്ല, ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫൈനലി ഞാനൊന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എളുപ്പമുള്ളതാണ് ചൂസ് ചെയ്തത്. എനിക്ക് അറിയാവുന്നൊരു സംഭവം തന്നെയാണ് ചൂസ് ചെയ്തത്. നമ്മൾ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററെ കൊണ്ടാണ് ഞാനൊരു പിക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഈ ഒരു ഫോട്ടോയാണ്. ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, ബട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ചെയ്തു വരുമ്പോൾ ഈ സാധനം ഇങ്ങനെയാവോ അല്ലെങ്കിൽ വേറൊരു വേർഷൻ ആവോന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കണേ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈറ്റ്, അത് നമ്മളിവിടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ഫിനിഷായി. നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ചെയ്യണം. മടി തന്നെ. ഇതിപ്പോ ഒരു ലോട്ടസ് ആ ഒരു ഇതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കളർ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് ചൂസ് ചെയ്തത്. കുറച്ചും കൂടി വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലും വേഗത്തിൽ ചെയ്ത് തീർക്കാം. പക്ഷെ എൻ്റെ ഉള്ള ബ്രഷ് ഇതാണ്. അപ്പം നമ്മളത് വെച്ച് പതുക്കെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതൊരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അപ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് നാച്ചുറൽ ഫീൽ കിട്ടില്ല. ഇങ്ങനെ ആവുമ്പം ഒരു നാച്ചുറൽ ആയിട്ടൊരു ഷെയ്ഡൊക്കെ പോലെ, ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ ഒരു പെയിൻറ്റിങ്. ഇതൊരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ സിറ്റിങ്ങിൽ നമ്മൾ ചെയ്തു കൊടുത്ത അത്രയ്ക്കേ ഉള്ളൂ. ഒരു സിമ്പിൾ പെയിൻറ്റിങ് ആണ്. അപ്പം ഇതാണ് ഒരു ലോട്ടസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിമ്പിൾ ഹാൻഡ്, കുറച്ച് നെയിലൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്തിട്ടൊരു യക്ഷിയുടെ കയ്യിലൊരു ലോട്ടസ് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ കമൻറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തപ്പം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പം എനിക്കും ചെറുപ്പത്തിൽ തുടങ്ങി നമ്മൾ വരയ്ക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്നും ഇതങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ടൈം കിട്ടുമ്പോൾ നമ്മുടെ ഹോബീസ്, നമുക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക. പെയിൻറ്റിങ് ഇഷ്ടമാണെങ്കിൽ അതൊരു വീഡിയോ എടുക്കുക. പിന്നെ അതൊരു നല്ല രസമാണ്. നമ്മുടെ മൈൻഡിനും നല്ലൊരു റിലാക്സ് ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ ടൈം വർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റീസൊക്കെ ആകുമ്പം നമ്മുടെ മൈൻഡും ഒരു ബിസിയായി, ഒരു ഗ്ലൂമിയായി, ഒരു ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. നമുക്ക് ടൈമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ടൈമിങ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ഇന്ന് ഈ ഒരു സംഭവം ചെയ്തപ്പം നല്ലൊരു ഫ്രഷായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായി ചെയ്തു എന്ന് എനിക്ക് തോന്നി. അപ്പം ഇതാണ് ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്തു. അപ്പം ഞാനിതെൻ്റെ സിസ്റ്ററിനാണ് ഞാനിത് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവൾ ചൂസ് ചെയ്ത പെയിൻറ്റിങ് ആണ്. എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതും അവളാണ്. ഇതൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി കമ്മിങ് വീഡിയോസിൽ എൻ്റെ സിസ്റ്ററിനൊപ്പമുള്ള ഒരു വീഡിയോസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെന്താ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻ്റൊക്കെ ഒന്ന് ആലോചിച്ച് ഒരു നെക്സ്റ്റ് വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു.